ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കട്ടെ. എന്തായാലും ഞാനും 2 ദിവസമൊക്കെ അല്ലേ വീഡിയോ എന്നിട്ടിട്ട് എന്തായാലും എല്ലാവരെയും ഹാർദവമായ സ്വാഗതം ചെയ്യുന്നു. ഫുഡ് തന്നെയല്ലേ നമ്മുടെ മെയിൻ ഐറ്റം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറ് നിറഞ്ഞാൽ മാത്രമേ നമ്മുടെ ജീവിതം എപ്പോഴും ഒരു മനുഷ്യന് എഴുന്നേറ്റ് നടക്കുന്ന ആരോഗ്യവും സന്തോഷവും കിട്ടുള്ളൂ. അപ്പം ഞാനിന്ന് രാവിലെ ദോശയും പിന്നെ സാമ്പാറും വെച്ചു. കണ്ടോ, മോൻ രാവിലെ ജോലിക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. ഒരാൾ അതേ ദൂരെ ഇരുന്ന് കേട്ടോ, നിങ്ങൾ ശരിക്കും ചുമ്മാ ഇരിക്കുമെന്നല്ലേ? ഞാൻ കാണിച്ചു തരാം. കാപ്പി കുടിക്കുന്നതാണ്. ഇപ്പം ഒന്ന് വെയിലൊക്കെ ഒന്ന് വരാനായിട്ട് തുടങ്ങി കണ്ടോ. അല്ലെങ്കിൽ എപ്പോഴും മഴയായ പിന്നെ ഭയങ്കര പാടാണ് ഈ കസേര. പകൽ മഴയില്ലെങ്കിൽ ചേട്ടാ ഈ ചോറ് കഴിക്കാനായാലും അതുപോലെ കാപ്പി കുടിക്കാനും ഒക്കെ അവിടെയാണ് പോയിരിക്കുന്നത്. ഇന്നലെ മഴയായിട്ട് തുണിയൊക്കെ വാരി വീടിനകത്തിട്ട് എന്തായാലും ഞാൻ ബാക്കി തുണിയൊക്കെ മുറ്റത്തോട്ടിടാം എന്ന് പറഞ്ഞ് വന്ന് നോക്കിയപ്പോണ്ട് 2 പേരും നല്ല സുഖമായിട്ട് കളിയാണ്. കണ്ട, ആ കഥ ഒന്ന് ചേർത്ത് വെക്കാനായിട്ട് ഞാനൊരു കുഞ്ഞ് കല്ല് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ എടുത്തോണ്ട് പോകണം ആശാനെ തപ്പിയിരിക്കായിരുന്നു. ഞാനടുത്ത് ഈ കുരങ്ങനെ കാണുമ്പോഴുണ്ടല്ലോ, ഈ ചേട്ടായി എങ്ങാനും എടുത്ത് കുരങ്ങനെ എറിയുന്നതാണോയെന്ന് വിചാരിച്ചിരിക്കുക. അവരൊന്നുമല്ല, ഈ 2 കുഞ്ഞ് ചിങ്കിടികളായിട്ടോ അതിനകത്തുള്ള കല്ലിനെ ഒട്ടിക്കൊണ്ട് കളയുന്നത്. എന്തായാലും കിച്ചുമോൻ ജോലിക്കായിട്ട് പോകുന്നു. എവിടെയാണെന്നല്ലേ, അവൻ റേഷൻ കടയിൽ അരി തൂക്കി കൊടുക്കാനും ഒക്കെ അങ്ങ് പോകുന്നുണ്ട്. എന്തായാലും കുഞ്ഞ് വരുമാനമേ ഉള്ളൂ. ആഴ്ചയിൽ അവന് 1250 രൂപ കിട്ടും. പിന്നെ ഇത്തിരി ആണെങ്കിലും അതും നമുക്കൊരു ആശ്വാസം തന്നെയാണ്. കാരണം അവന് വളരെയധികം ഇഷ്ടപ്പെട്ടു. രാവിലെ 9 മണി മുതൽ 12 മണി വരെയും വൈകുന്നേരം 4 മുതൽ 6 വരെയും. പിന്നെ ബാക്കി ടൈമൊക്കെ അവന് വന്നിട്ട് ഒന്ന് നല്ല സുഖമായിട്ട് ഉറങ്ങുകയും ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് 12 മണി മുതൽ 4 മണി ടൈമുണ്ട്. ആ സമയത്തൊക്കെ ചൂണ്ടയിടാനും പോകും. അതുകൊണ്ട് തന്നെ അവന് വളരെ ഇഷ്ടപ്പെട്ടു. അവൻ സന്തോഷത്തോടെ പോയി. ഇത്രയും ദിവസം ഒരു ജോലിക്ക് ഇങ്ങനെ സ്ഥിരമായിട്ട് പോകുന്ന അവൻ ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പം ഞാനങ്ങനെ നീന്തപ്പണ്ട് ഞങ്ങൾ കുഞ്ഞ് ശിങ്കടി മുറ്റത്തോട്ട് കളിക്കുന്നു. അപ്പോൾ പിന്നെ ഞാനും കാപ്പിയോ കുടിച്ച് ഇനി ഉച്ചത്തേന് ഉള്ള ഫുഡ് തയ്യാറാക്കാനുള്ള പരിപാടി. എല്ലാവർക്കും കുറേ വിശ്രമം കിട്ടും, എങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ജോലി ചെയ്യണം അല്ലേ ഗേസ്? എൻ്റെ വീട്ടിൽ ഞാനിങ്ങനെ തന്നെ കേട്ടോ. ഞാൻ പിന്നെ ചേട്ടായി ഫുഡൊക്കെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ അരിയാനൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യിക്കും. പക്ഷെ മീനിൻ്റെ പരിപാടിയൊന്നുമില്ല. അതൊക്കെ നമ്മുടെ കയ്യിൽ തന്നെയാണ് പോകുന്നത്. എന്തായാലും ഞങ്ങൾക്കുണ്ടല്ലോ കാരയും അതുപോലെ മുട്ടി. ഞങ്ങളുടെ ചേട്ടായുടെ നാട്ടിലെ മുട്ടി എന്നല്ല പറയുന്നത്, കുട്ടനുമാണ് കിട്ടുക. അപ്പോൾ കുറച്ച് കറി വെക്കാനും കുറച്ച് പൊരിക്കാനും ഞാൻ എടുത്തു. അതിനേക്ക് ഞാൻ ആവശ്യമായിട്ട് കുറേ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ പേസ്റ്റാക്കി എടുത്തു. ഇത് ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി നമുക്കുണ്ടല്ലോ ഒരു പാത്രത്തിൽ വെച്ച് അടച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ രസം ഉണ്ടാക്കാനും മീൻ പൊരിക്കാനും പിന്നെ ഇത്തിരി മീൻ കറിക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് ചേർക്കാണ്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം ഞാൻ മീൻ പൊരിക്കാനായിട്ട് മീനെടുത്തു. അതിലേക്ക് ആവശ്യമായ കുരുമുളക് പൊടി ചേർത്തു. ഇനി കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അത്യാവശ്യം പുളിയൊക്കെ ചേർക്കാം, അല്ലെങ്കിൽ എനിക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ അതിനകത്തോട്ട് ആവശ്യത്തിന് ചുമല മുളക് പൊടി ചേർത്തു. അതായത് മുളക് പൊടി, ആവശ്യത്തിന് മഞ്ഞൾ പൊടി, ആദ്യം നമ്മൾ കുരുമുളക് പൊടി ചേർത്തു. ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് മല്ലിപ്പൊടി. അപ്പോൾ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഞാൻ വറുത്താണ് കേട്ടോ വച്ചേക്കുന്നത്.
പിന്നെ അതിലേക്ക് ആവശ്യമായ കുറച്ച് ഉലുവാപ്പൊടിയും ചേർത്തു. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഉപ്പ്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടെ ചേർക്കണം. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പുളി. ഞാൻ ഈ പുളി ചേർക്കും കേട്ടോ. എനിക്ക് പുളി ചേർത്തില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ ഇതിൽ ഇത്തിരി പുളി, അതുപോലെ അതിനകത്തൊരു നാരങ്ങ ചേർത്താലും എനിക്ക് അത്രയൊന്നും ഇഷ്ടമില്ല. എനിക്ക് പുളി തന്നെ ചേർക്കണം. പിന്നെ അതുപോലെ ഗരം മസാല പിന്നെ ചില ആൾക്കാരൊക്കെ ചേർക്കും, അമ്മ ചേർക്കാറുണ്ട്, ഞാൻ ഇതിൽ ചേർക്കാറില്ല. പിന്നെ ഇതിനകത്തൊരു വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കണം. കാരണം ഞാൻ അതേ വീഡിയോ ഓണാക്കി വെച്ചിട്ട് ചെയ്താന്ന് വിചാരിച്ചു, പക്ഷേ വീഡിയോയിൽ അത് കാണാനില്ല. ഞാൻ വീഡിയോ ഓണാക്കാതെയാണ് ഇതിനകത്ത് അതും കൂടെ ചേർത്തിട്ടുള്ളത്. അപ്പം നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഒരു അരമണിക്കൂറൊക്കെ ഇരുന്നാൽ തന്നെ അതിനകത്തുള്ള ആ അരപ്പെല്ലാം നന്നായിട്ട് ചേർന്ന് വരുള്ളൂ. അപ്പം നന്നായിട്ട് നമുക്കിതെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ വറുത്ത് കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഈ പൊടികൾക്കൊന്നൊരു ഇതില്ലാത്തത്. പക്ഷെ ആവശ്യത്തിന് നല്ല എരിവായിട്ടാണ് ഇതൊക്കെ ചേർത്ത്, കുരുമുളക് പൊടിയും ഒക്കെ നമ്മൾ നന്നായിട്ട് ചേർത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ആവശ്യത്തിന് പൊരിക്കുക. നമുക്ക് എത്രയാണ് ആവശ്യമുള്ളത് അത് മാത്രം എടുത്തിട്ട് ബാക്കി നമുക്ക് ഇതുപോലെ തന്നെ വെച്ച് അടച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നിട്ട് പിറ്റേ ദിവസം എടുത്ത് നന്നായിട്ട് പൊരിക്കുക. എനിക്ക് അങ്ങനെ ഒരു ദിവസം മൊത്തം ഫ്രിഡ്ജിൽ വെച്ചിട്ടെടുത്ത് പൊരിക്കുന്നതാട്ടോ ഇഷ്ടം. അപ്പോൾ അത്രയും നേരം അതിനകത്തുള്ള എല്ലാ അരപ്പും നന്നായിട്ട് പിടിച്ച് മുളകിൻ്റെയും അതുപോലെ തന്നെ ഉപ്പും ഒക്കെ പിടിച്ചിരിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. അങ്ങനെ നന്നായിട്ട് നമ്മൾ തേച്ച് പിടിപ്പിക്കേണ്ട അകത്തും ഒക്കെ ആയിട്ട്. ചുമ്മാ ആവശ്യമില്ലാതെ കട്ട പിടിച്ചൊന്നും കൊടുക്കണ്ട കേട്ടോ. അതെങ്കിൽ ഒരു രസമല്ല. ആവശ്യത്തിന് നമ്മളെല്ലാം അരപ്പും ചേർത്താൽ മതി. ഇനി നമുക്ക് കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട്. അങ്ങനെ എല്ലാം നമ്മൾ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു. എന്നിട്ട് നമുക്കിനി ആ മീൻ കറി വെക്കാനും കൂടെ എടുക്കാം. നമുക്ക് ഉച്ചയ്ക്ക് മീനില്ലാത്ത യാതൊരു പരിപാടിയില്ല കേട്ടോ. നമുക്ക് എത്രയൊക്കെ പച്ചക്കറി ഉണ്ടെങ്കിലും മീനില്ലാത്തൊരു ഇതില്ല. അപ്പം മീനിലേക്ക് ആവശ്യമായ തേങ്ങയും അതുപോലെ മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾ പൊടി, കുറച്ച് ഉലുവപ്പൊടിയും കൂടി ചേർത്താണ് അരപ്പ് തയ്യാറാക്കിയത്. അതിനകത്തേക്ക് ആവശ്യമായ വാളംപുളി കേട്ടോ ഞാൻ ചേർക്കുന്ന പുളി വെള്ളവും കൂടെ നന്നായിട്ട് ചേർത്തു. എന്നിട്ട് അതിലാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് തന്നെ കറി വെച്ച് എടുക്കാം. പുളി ആവശ്യത്തിന് ചേർത്താൽ മതി കേട്ടോ. ഞാൻ കുറേശ്ശെ തന്നെ പുളി ചേർക്കുള്ളൂ കേട്ടോ. അപ്പം പുളിയുടെ അളവനുസരിച്ച് നമ്മൾ അതിൻ്റെ പിന്നെ ഞാൻ എടുക്കുള്ളൂ. ഞാൻ കുറേ ആദ്യം കലക്കി വെച്ചിരിക്കും, ഫ്രിഡ്ജിനകത്ത് വെക്കും. പിന്നീട് അത് കഴിഞ്ഞിട്ട് ആ തീരുമ്പോൾ വീണ്ടും എടുത്ത് കലക്കിയാണ് എടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒന്നോ രണ്ടോ പിഴിഞ്ഞിട്ട് കൊണ്ട് കളയേണ്ട ആവശ്യമില്ല. പുളിയുടെ ആ കാരം ഇല്ല എങ്കിൽ മാത്രം കളയുക, അല്ലെങ്കിൽ അതൊരു നമുക്ക് പിഴിഞ്ഞ് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നന്നായിട്ട് എനിക്ക് ഈ പാത്രത്തിൻ്റെയൊക്കെ സൈഡിലിങ്ങനെ അരപ്പൊട്ടിയിരിക്കാൻ ഇഷ്ടമില്ല കേട്ടോ. വെന്ത് നോക്കുമ്പം ഈ പാത്രത്തിന് ഒരു വൃത്തിയില്ലാത്ത പോലെ ആയിരിക്കും. അപ്പം തന്നെ 4 ഭാഗത്തുള്ള എല്ലാം ക്ലീൻ ചെയ്തു നന്നായിട്ട് കറി വേവിച്ചെടുത്തു. പിന്നെ ഒരു തോരനില്ലാതെ എങ്ങനെയാണ് പറ്റുന്നതെന്ന് ഓർത്ത് തോരന് വേണ്ട അരപ്പൊക്കെ ചേർത്തു. അതിന് തേങ്ങ എടുത്തു, അതിനകത്ത് വെളുത്തുള്ളി, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി, അതുപോലെ പച്ചമുളക്, വെളുത്തുള്ളി,
പിന്നെ മഞ്ഞൾപ്പൊടി, തേങ്ങ അത്രയും കൂടി ചേർത്ത് എടുത്തു. അതിനകത്ത് കടുക് പൊട്ടിച്ച് ഞാനാണെങ്കിൽ വെക്കുന്ന തോരനുള്ള പച്ചക്കറി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ചേർത്തിരിക്കുന്നത് നല്ല മുഴുത്തരണ്ട്, വാഴയ്ക്ക, അതുപോലെ തന്നെ കുറേ അമരപ്പയർ, അതിനകത്തോട്ട് പിന്നെ സവാള, പച്ചമുളക് ഇത്രയും കൂടെ ചേർത്താണ് അരിഞ്ഞെടുത്തത്. എനിക്കാണെങ്കിൽ പിന്നെ ഈ അമരപ്പയർ ഒറ്റയ്ക്ക് വെക്കണം ഇഷ്ടമില്ല. കാരണം ഒരു കമർപ്പ് പോലെയായിരിക്കും. അതിനകത്ത് ഒന്നി അമരപ്പയർ അല്ലെങ്കിൽ അമരപ്പയറിൻ്റെ കൊടുത്ത് ഒരു 10 വെണ്ടയ്ക്ക ഇങ്ങനെയൊക്കെ ചേർത്ത് മിക്സ് ചെയ്താണ് എനിക്ക് അമരപ്പയർ തോരൻ വെക്കാൻ ഇഷ്ടം. ഇത് നല്ല ടേസ്റ്റുള്ള ഒരു മിക്സിങ് തോരനാണ് ഇന്ന് വെക്കുന്നത്. ഈ തോരനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ചോറിൻ്റെ അളവ് കുറച്ച് തോരനൊക്കെ കൂടി തിന്നാൻ പറ്റും. നല്ല ഹെൽത്തി ആയുള്ള ഫുഡാണ് വയ്ക്കുന്നത്. ആവശ്യത്തിന് ഉള്ള എണ്ണ ചേർക്കുക, ഒരു കുഞ്ഞ് പൊടിക്ക് എണ്ണ ചേർക്കുക. ആവശ്യമില്ലാതെ എണ്ണയോ അങ്ങനെ ഇങ്ങനെയുള്ളതൊന്നും വാരി ചേർക്കില്ല. കാരണം മനുഷ്യൻ്റെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ ആരോഗ്യം ശ്രദ്ധിച്ചില്ല എങ്കിൽ എന്ത് ചെയ്യും? മനുഷ്യർ പെട്ടെന്ന് തന്നെ വീണു പോകും. അതുകൊണ്ട് തന്നെ ഞാൻ ആവശ്യമില്ലാത്ത എണ്ണയൊന്നും അങ്ങനെ അധികം ഉപയോഗിക്കാറില്ല. കാരണം പൊരിച്ച് മീൻ ഉപയോഗിക്കുന്നുണ്ട് എല്ലാവരും. അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ ഒരു പൊടിക്ക് ചേർക്കുള്ളൂ. കൂടുതലും ഒന്നും ഇതും അങ്ങനെ വാരി ചേർക്കാറില്ല. അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് നമ്മുടെ തോരനും വച്ചെടുക്കാം. തോരൻ മാത്രമല്ല, ഇതിന് കൊടുത്ത് നമ്മൾ ചോറിൻ്റെ അളവ് കുറയ്ക്കാനൊക്കെ ഇത് നല്ലതാണ്. അങ്ങനെ തോരൻ അങ്ങോട്ട് നല്ല പാകത്തിന് വേകട്ടെ. അപ്പം നമുക്ക് ഇത്തിരി കുറച്ച് നേരം അടുത്ത് കുറേ വെളുത്തുള്ളിയൊക്കെ പൊളിക്കാനായിട്ട് വിചാരിച്ചു. ഇത് കണ്ട്, ഇതാണ് ആത്തച്ചക്ക. ഇപ്പം നമ്മുടെ വീട്ടിൽ വിളഞ്ഞതാണ് കേട്ടോ. എങ്ങനെയോ കുരങ്ങൻ കാണാതെ നിന്ന ഒരു ആത്തയ്ക്ക. അപ്പോൾ ഈ ആത്തയ്ക്കപ്പഴം കഴിച്ച് കഴിഞ്ഞാൽ ക്യാൻസർ വരില്ല എന്നൊക്കെയല്ലേ കേട്ടുള്ളത്. നല്ല ആൻറ്റി ഓക്സിഡൻ്റൊക്കെ അടങ്ങിയ ഒരു ഫ്രൂട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കിട്ടിയാൽ നമ്മൾ കഴിക്കുക കേട്ടോ. അങ്ങനെ കളയാതിരിക്കുക. ഒരു ചെറിയ പുളിയുണ്ടെങ്കിൽ സാരമില്ല, നന്നായിട്ട് കഴിക്കുക. ഞാനങ്ങനെ അത് നമ്മൾ കൊണ്ടുവന്ന് കഴിച്ചു. വലിയ ഇഷ്ടം എനിക്കില്ല, പക്ഷേ എൻ്റെ വൈറ്റമിൻസൊക്കെ ഒന്ന് ഓർക്കുമ്പോൾ നമ്മൾ കഴിച്ചു. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ബ്ലഡിൻ്റെ അംശം തീരെയും കുറവാണ്. എനിക്ക് 7ലും 8ലും നിൽക്കും. ഞാനീ പുണ്ണത്തടിയായിട്ട് നിൽക്കുമ്പോൾ നിങ്ങളൊരിക്കലും ഭയങ്കര ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ആയിരുന്നില്ലേ. എനിക്ക് കൊളസ്ട്രോള്, ഷുഗർ, തൈറോയിഡ് അങ്ങനെ ജീവിതശൈലി രോഗങ്ങളൊന്നുമില്ല. പക്ഷേ എനിക്ക് ഭയങ്കര പൊണ്ണത്തടിയാണ്. ഇതൊന്നും തന്നെ ചേട്ടായി സ്ട്രോക്ക് വന്നിട്ട് അപ്പോഴേക്കും ഞാൻ വ്യായാമം ഒന്നും അങ്ങനെ ചെയ്യില്ല. പുള്ളീനെ നോക്കി ഞാൻ ഫുൾ ടൈം ചേട്ടായി കൊടുത്തിരിക്കും. അങ്ങനെയൊക്കെ ആയി. പിന്നെന്താണ്, തടിയങ്ങ് വെച്ചു. പിന്നെ അതും പോയിട്ട് ബ്ലഡ് തീരെയും കുറവുള്ളവർക്ക് വണ്ണം വയ്ക്കുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. കാരണം എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. പെട്ടെന്നങ്ങ് തടി വെക്കുന്ന ഒരു ശരീരമാണ് എൻ്റേത്. അപ്പം മറ്റുള്ള അങ്ങനെ ഈ അസുഖങ്ങളൊന്നും ഇല്ല എന്തായാലും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഗുളികയോ അങ്ങനെയൊന്നും കഴിക്കില്ല. പിന്നെ അലർജിയുടെ അസുഖമുണ്ട് കേട്ടോ എനിക്ക്. അതുകൊണ്ട് കൂടുതലായിട്ട് പൊടിയടിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ ഗുളികയും ഓവറായിട്ട് കഴിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കും ദൈവം എനിക്ക് ഈ ജീവിതശൈലി രോഗങ്ങളൊന്നും തന്നിട്ടില്ല. പക്ഷേ നല്ല വണ്ണമുണ്ട് ഞാൻ ആവശ്യമുള്ള ഫുഡൊക്കെ ഇപ്പോൾ കഴിക്കുകയൊക്കെ ചെയ്യും. നേരത്തെ ഒന്നും അങ്ങനെ അധികം കഴിക്കില്ലായിരുന്നു. അപ്പോൾ തോരൻ വേകട്ടെ. ആ സമയത്ത് ഞാൻ വിചാരിച്ചു കുറച്ച് വെളുത്തുള്ളി പൊളിച്ച് വെക്കാം. അപ്പം അച്ചാറിടാൻ ആവശ്യത്തിന് വെളുത്തുള്ളി വേണം. അപ്പോൾ ഞാൻ നാരങ്ങ മേടിച്ച് വെച്ചേക്കുക. അതുകൊണ്ട് തന്നെ ആ ഇടവേളകളിൽ ആനന്ദകരമായിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി പൊളിച്ച് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ആത്തച്ചക്ക തീറ്റയും വെളുത്തുള്ളി പൊടി എല്ലാം കൂടെ ഇതിൻ്റെ ഇടയിൽ തകൃതിയായി നടക്കുന്നു കേട്ടോ. അടുപ്പേരുന്നതിൻ്റെ നന്നായിട്ട് തന്നെ എൻ്റെ തോരനും വെന്തുകൊണ്ടേയിരിക്കുന്നു. തോരൻ വാങ്ങിയാൽ മാത്രമേ ഇനി കുറച്ച് അത്യാവശ്യം ഒരു 5-6 മീൻ പൊരിക്കണം. ബാക്കിയൊക്കെ നാളത്തേന് പള്ളിയിൽ നമുക്ക് ഫുഡ് കൊടുക്കാണ്ട് കേട്ടോ. ഞങ്ങൾക്ക് തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ ഒരു ദിവസത്തെ ഫുഡ് നമ്മളാണ് കൊണ്ടു കൊടുക്കാമെന്ന് പറഞ്ഞേക്കാം ഞങ്ങളുടെ പള്ളിക്കാർ. അപ്പം നാളെ എനിക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ടാണ് ബാക്കിയുള്ള മീനൊക്കെ എടുത്ത് വെച്ചിട്ട്. അപ്പോൾ അത്യാവശ്യം കുറച്ച് മാത്രമേ ഇന്നേ പൊരിക്കുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ആ
പേസ്റ്റിന് വേണ്ടിയിട്ട് എടുത്തു. പിന്നെ അത്യാവശ്യത്തിന് മീനും ചേർത്തു. ബാക്കിയൊക്കെ എന്ത് ചെയ്തു, അരച്ച് പാകമാക്കി ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചു. കാരണം അച്ചാറിടാൻ നേരത്തെ എനിക്ക് അത്യാവശ്യം ഇത് വേണം. അപ്പം നമ്മൾ ജോലി എടുക്കാനുള്ള സമയത്തൊക്കെ ഇങ്ങനെയൊക്കെ ആവശ്യത്തിന് നമുക്കത് ചേർക്കാം. അപ്പോൾ എൻ്റെ മീൻ വെന്ത് പാകമായി. ഇനി എൻ്റെ മീൻ അത്യാവശ്യം കുറേയൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാം. ബാക്കിയൊക്കെ അങ്ങ് നാളത്തേനെടുത്ത് വച്ചിരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ മീൻ പൊരിക്കുക തകൃതിയായി നടന്നു. അപ്പോഴാണ് ഒരാൾ എന്നെ ഭയങ്കര മുടിയാണ്, തീറ്റയും കൂടിയും മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ, മര്യാദയ്ക്കല്ല മുടി വെട്ടിത്താണ്. അപ്പോൾ ചേട്ടായിക്ക് ഈ സ്ട്രോക്ക് വന്നപ്പോൾ ഞാനാകട്ടെ വീട്ടിൽ വന്ന് മുടി വെട്ടി കൊടുക്കുന്നത്, ഷേവ് ചെയ്യുന്നതൊക്കെ ഫുള്ളും കിടപ്പില്ലായിരുന്നു. 1 വർഷത്തോളം പുള്ളി പൂർണ്ണമായിട്ടും കിടപ്പായിരുന്നു. എന്തുമാത്രം നമ്മൾ നോക്കി വ്യായാമം ചെയ്തു, അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തു പുള്ളിനെ മൈൻഡെല്ലാം പോസിറ്റീവാക്കി എപ്പോഴും കൂടെ ഇരുന്നതുകൊണ്ടായിരിക്കട്ടെ നല്ലതായിട്ട് വേഗം റിക്കവർ ചെയ്ത് പഴയതുപോലെ വന്നത്. അപ്പോൾ ആ മുടിയൊക്കെ ഞാൻ നന്നായിട്ട് വെട്ടും കേട്ടോ. ചേട്ടൻ മുടിയൊക്കെ വെട്ടി സൂപ്പറാക്കി കൊടുക്കും, ഷേവൊക്കെ ചെയ്യും. പിന്നെ ഷേവ് തന്നെ ചെയ്യും. അപ്പോൾ ഞാൻ നന്നായിട്ട് മുടി വെട്ടി തയ്യാറാക്കി. എങ്ങനെയുണ്ട് ഞാൻ മുടി വെട്ടി ചേട്ടായില്ലേ? എനിക്കാണെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് കുളിക്കണം അങ്ങനെയൊക്കെ. അപ്പം ഞാൻ മുടിയൊക്കെ വെട്ടി തയ്യാറാക്കിയെങ്കിലും നമുക്കിനി വേറെ പെട്ടെന്ന് ഓടാൻ പറ്റില്ല, നമ്മുടെ ജോലിയെല്ലാം കിടക്കും. പിന്നെ ഞാൻ ഓർത്ത് തുണിയൊക്കെ നനച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ദേഹമൊക്കെ നനഞ്ഞു. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു, കുളിച്ച് തയ്യാറായി. പിന്നെ ഇനി കുറേ നേരം ടി വി കാണുക അങ്ങനെയൊക്കെ. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ പാഷിപ്പേടൊക്കെ ഉണ്ട് കേട്ടോ, ഒന്ന് കൺവെൻഷൻ തയ്ക്കുക, അതുപോലെ പൊട്ട് കുത്തുക, അങ്ങനെയുള്ള സമയങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം ഞാൻ മുന്നോട്ട് പോയി. അങ്ങനെ ഇന്നത്തെ എൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഞാനും കുറച്ചൊന്ന് റിലാക്സ് ചെയ്ത് ഒരാശ്വാസം കേട്ടോ. നമ്മുടെ അടുക്കള ജോലിയൊക്കെ കഴിഞ്ഞ് കുളിച്ചിട്ടൊക്കെ ഒന്ന് വിശ്രമിക്കാനായിട്ട് വന്നിരിക്കുമ്പോൾ ഒരു സമാധാനം. നിങ്ങൾ വിചാരിക്കുക പെട്ടെന്നൊക്കെ കഴിഞ്ഞെന്നല്ലേ? ഇല്ല, സമയം 6 മണി അടുത്തായി. ഇന്ന് ചായ വൈകുന്നേരം ഇടുക, പിന്നെ ചായ ഇട്ട് കുടിച്ചിട്ട് പിന്നെ ടി വി കാണുക, പിന്നെ ചെന്ന് അടുത്ത വീഡിയോ പിടിക്കുക, എഡിറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള പതിവ് പരിപാടിയുമായിട്ട് ഞാനങ്ങനെ ബിസിയിലായിട്ട് പോകും. ഞാൻ പുറത്തിറങ്ങി മുമ്പോഴേ ഇങ്ങനെ കേട്ടോ കുളിപ്പിന്നൽ പിന്നെ സ്ലൈഡൊന്നും അങ്ങനെ ഇടില്ല, ഒരു ചിലപ്പോഴും മാത്രം കിപ്പ് ഇടും. ഇപ്പം മുടി വെട്ടിച്ചുകൊണ്ട് തന്നെ മുടി എൻ്റെ അഴിഞ്ഞു പോകും. അതുകൊണ്ടൊരു കുഞ്ഞ് ക്ലിപ്പ് ഞാൻ അവിടെ വയ്ക്കും. എന്തായാലും മുടി ഇതുപോലെ കേട്ടോ, ഞാൻ എപ്പോഴും അഴിച്ചിട്ടേ പോകുള്ളൂ. ഞങ്ങനെ പൊതുവായിട്ടൊന്ന് സ്ലൈഡൊന്നും വെക്കുന്ന പാർട്ടിയൊന്നും ഇതുപോലെ തന്നെയാണ് പോകുന്നത്. വീട്ടിൽ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ കുറേ നേരം ഫോണിലൊക്കെ നോക്കി മുടിയൊക്കെ നന്നായിട്ട് പിടിച്ച് വെച്ചിട്ട് എന്ത് ചെയ്യും, നന്നായിട്ട് മുടിക്ക് എങ്ങനെയാണെന്ന് ഭംഗി നോക്കിയൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി നന്നായിട്ട് മുടിയുമായിട്ട് നിൽക്കും. രാവിലെ മൊത്തം ഞാൻ ഉണ്ട കെട്ടിയൊക്കെ കേട്ടോ വെക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ പാചകവും എന്നെ എങ്ങനെയുണ്ട്? ഈ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരാശ്വാസമല്ലേ? എന്നാൽ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വേഗം വീണ്ടും കണ്ടുമുട്ടാം. എന്നാൽ താങ്ക് യു സോ മച്ച്. ഞാൻ ഇടുന്ന മോട്ടിവേഷൻ വീഡിയോസും അതുപോലെ സ്റ്റാറ്റസ് മോട്ടിവേഷൻ വീഡിയോസൊക്കെ നിങ്ങൾ കാണാൻ ശ്രമിക്കാം. താങ്ക് യു സോ മച്ച്.